നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ഗൗതം അദാനിക്കെതിരെ ഉയർന്നുവരുന്ന എല്ലാ ആരോപണങ്ങളും ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കെതിരായ ആസൂത്രിത ഗൂഢാലോചനയാണ് എന്ന് പറയുന്നവർ സത്യത്തിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മേലെ തൂങ്ങിക്കിടക്കുന്ന വാൾ ഏതാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുമോ? നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായത് മുതൽ ഇങ്ങോട്ട് അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച അദാനി ഗ്രൂപ്പിൻ്റെ ഉള്ളുകള്ളികൾ പല തവണയായി പുറത്തു വന്നിട്ടും കുഴപ്പം അദാനിക്കല്ല, ആരോപണം ഉന്നയിക്കുന്നവർക്കാണെന്ന് പറയുന്നവർക്ക് സത്യത്തിൽ രാജ്യത്തോട് കൂറുണ്ടോ? അതോ അവരുടെ കൂറ് പ്രധാനമന്ത്രിയുടെ ഉറ്റ സുഹൃത്തായ അദാനിയോട് മാത്രമാണോ? ഏറ്റവും അവസാനം അമേരിക്കയിലെ നിക്ഷേപകരെ പറ്റിച്ചുവെന്ന കേസാണ് അദാനിക്കെതിരെ എടുത്തിരിക്കുന്നത്. വ്യാജം പറഞ്ഞ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചുവെന്ന ഗുരുതര സ്വഭാവമുള്ള പരാതിയും കേസും ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പേരിൽ അദാനിയുടെ ഓഹരികളിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. പ്രധാന കമ്പനികൾ പലതും അദാനി ഓഹരികളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കോടാനുകോടികൾ കടമെടുക്കാൻ അദാനി ഹാജരാക്കിയതെല്ലാം കൃത്രിമമായി കെട്ടിച്ചമച്ച രേഖകളാണെന്ന വെളിപ്പെടുത്തൽ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എന്നിട്ടും അദാനിയിലേക്ക് അന്വേഷണമൊന്നും പോകുന്നില്ല. ഒരു നടപടിയും എവിടെയും ഉണ്ടാകുന്നില്ല. അഴിമതിക്കെതിരായ വലിയ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഏജൻസികളെ തുടലഴിച്ചുവിട്ട ഒരു സർക്കാർ ഇപ്പോൾ മൗനവാത്മീകത്തിൽ ഒളിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ തടി തപ്പുന്നു. സത്യത്തിൽ നാം ഓരോരുത്തരുടെയും അതിജീവനത്തിന്, നമ്മുടെ ബാങ്കിംഗ് മേഖലയ്ക്ക്, നമ്മുടെ സമ്പദ്ഘടനയ്ക്ക്, നമ്മുടെ രാജ്യത്തിന് എന്തുമാത്രം വലിയ ഭീഷണിയാണ് അദാനിക്കെതിരെ ഉയരുന്ന ഗുരുതര ആക്ഷേപങ്ങൾ. അമേരിക്കയിലെ നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കുറ്റാരോപണം. അദാനിയും അദ്ദേഹത്തിൻ്റെ അനന്തരവനും, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെയാണ് ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ അമേരിക്കൻ ഏജൻസി ഒരു കേസെടുത്തിരിക്കുന്നത്. വൻകിട പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് അമേരിക്കൻ നിക്ഷേപകരെയും പറ്റിച്ചിരിക്കുന്നു എന്നാണ് ആ കേസിൽ പറയുന്ന കാര്യം. കള്ളവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രചാരണ വഴികളിലൂടെയാണ് അദാനി പണം അധികവും നേടിയത് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അമേരിക്കൻ ഏജൻസി പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി അദാനി ഗ്രീൻ കമ്പനിയെ കൊണ്ടുവരുന്നതിന് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ശതകോടികൾ കൈക്കൂലി കൊടുത്തുവെന്നും പലർക്കും വൻതോതിൽ കോഴ വാഗ്ദത്തം ചെയ്തുവെന്നും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നു. കൈക്കൂലി വഴി നേടുന്ന കരാറുകൾ വഴി $200 കോടി സമാഹരിക്കാനായിരുന്നു അദാനിയുടെ പദ്ധതി അത്രേ. $3 ബില്യൺ കടമെടുക്കാൻ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കോഴ ഇടപാടുകളുടെ വിശദാംശമെല്ലാം അദാനി സംഘം ഒളിപ്പിച്ചു വെച്ചുവെന്നും ഗുരുതര കുറ്റമായി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിൻ്റെ കീഴിലാണ് ഈ കേസും അന്വേഷണവുമെല്ലാം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ അദാനിയുടെ ഓഹരികളിലെല്ലാം വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. പൊതുമേഖലാ സ്ഥാപനമായ LICക്ക് മാത്രം നഷ്ടമായത് 12,000 കോടിയോളം രൂപയാണ്. ഓരോ തവണ അദാനിക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോഴും അദാനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അദാനി ഗ്രൂപ്പിലെ 7 കമ്പനികളിലെങ്കിലും LICക്ക് നിക്ഷേപം ഉണ്ട് എന്നതാണ് പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യം. ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ അദാനി സ്പോർട്സിലെ നിക്ഷേപത്തിൽ 5000 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് സ്റ്റോക്ക് കണക്കുകൾ പറയുന്നു. അദാനി എൻ്റർപ്രൈസസിലും അംബുജയിലും അദാനി ടോട്ടൽ ഗ്യാസിലും എനർജി സൊല്യൂഷൻസിലും ഗ്രീൻ എനർജിയിലും ICCയിലുമെല്ലാം കോടാനുകോടികളുടെ നഷ്ടമാണ് അമേരിക്കൻ കേസിന് പിന്നാലെ ഉണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് മാത്രം അദാനി കമ്പനികളുടെ മൊത്തം വിപണി മൂല്യത്തിൽ ഏതാണ്ട് 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഒരു വൻകിട വ്യവസായി നിരന്തരം സൃഷ്ടിക്കുന്ന വിശ്വാസ്യതാ ശോഷണത്തിൻ്റെ അനന്തരഫലമാണ് ഇത്. എന്നിട്ടും എല്ലാം ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് പറയുന്നു ഒരു കൂട്ടർ.
ഇന്ത്യയിൽ വേറെയും വൻകിട വ്യവസായികൾ ഉണ്ടായിട്ടും അദാനി മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം കുഴപ്പങ്ങളിൽ ചെന്നുപെടുന്നു എന്നാലോചിക്കുന്നവർക്ക് ശരിയായ സംഗതിയിലേക്കുള്ള വഴി കിട്ടും. ഇത് 3-ാം തവണയാണ് അദാനിക്കെതിരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും അത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ പോലും ബാധിക്കുകയും ചെയ്യുന്നത്. വ്യാജമായ പ്രതീതികൾ സൃഷ്ടിച്ച് അതിൽ ആളുകളെയും സ്ഥാപനങ്ങളെയും വീഴ്ത്തി ധനസമാഹരണം നടത്തുന്നു എന്നതാണ് അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയും അദാനിയെക്കുറിച്ച് മുൻപ് കണ്ടെത്തിയ ഗൗരവ സംഗതി. പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൊന്ന് എന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി തിരിമറിയെക്കുറിച്ച് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് വിശദീകരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി മൂല്യം ഉയർത്തിവെക്കാൻ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ 2 പങ്കാളികളെയും അവരുടെ കടലാസ് സ്ഥാപനങ്ങളെയും ഉപയോഗിച്ചുവെന്നാണ് OCCRP കഴിഞ്ഞ വർഷം കണ്ടെത്തി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിലെ വ്യക്തത വരാത്ത ഭാഗങ്ങൾ പൂരിപ്പിക്കുകയായിരുന്നു വർഷാവസാനം OCCRP. അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളിൽ നിക്ഷേപം നടത്തിയ ചില പൊതു നിക്ഷേപകർ സ്ഥാപനത്തിന് അകത്തുനിന്നുള്ളവർ തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. മൗറീഷ്യസ് ആസ്ഥാനമായ കടലാസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് അദാനിയുടെ കമ്പനികളിൽ എത്തിയത്. എന്നാൽ ഇതെല്ലാം അദാനിയുടെ തന്നെ ആളുകളുടേതായിരുന്നു എന്നതാണ് പ്രധാന വിവരം. UAE സ്വദേശി നാസർ അലി ഷെബാൻ, തായ്വാനിൽ നിന്നുള്ള ചാങ് ചുങ് ലിങ് എന്നിവർ അദാനി ഗ്രൂപ്പിൽ ശതകോടികളുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് മാധ്യമ പ്രവർത്തക സംഘം കണ്ടെത്തി. ഇവരാകട്ടെ അദാനി കമ്പനികളിലെ ഡയറക്ടർമാരോ കുടുംബവുമായി പോലും അടുത്ത ബന്ധമുള്ളവരോ ആണ്. ഇന്ത്യയിലെ നിയമപ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി 75% മാത്രമേ കൈവശം വയ്ക്കാൻ പറ്റൂ ഓഹരി. ബാക്കി പുറത്തെ വിപണിയിൽ ഉണ്ടാവണം. വിപണിയിലെ ഓഹരികൾ അദാനി തന്നെ വാങ്ങിക്കൂട്ടിയെന്ന ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തൽ പുറത്തുവരുന്നു ഇതുവഴി. ഒന്നാമത്തെ കുറ്റം ഓഹരി നിയമങ്ങളിൽ വലിയ ക്രമക്കേട് കാട്ടി എന്നതാണ്. രണ്ടാമത്തേത് സ്വന്തം ആളുകളെ കൊണ്ട് തന്നെ വൻതുകയ്ക്ക് ഓഹരികൾ വാങ്ങിക്കൂട്ടുക വഴി വിപണിയിൽ ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുവഴി മൂല്യമുയർത്തുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ ഓഹരികൾക്ക് കൃത്രിമ ദൗർലഭ്യം സൃഷ്ടിക്കുകയും അതിലൂടെ ഓഹരി മൂല്യം ഉയർത്തുകയും അതുപയോഗിച്ചുകൊണ്ട് കോടാനുകോടിയുടെ വായ്പകൾ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു അദാനി. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട സംഗതി, ഇതൊരു അദാനി എന്ന കച്ചവടക്കാരൻ്റെ കേവലമായ ഉയർച്ച താഴ്ചകളുടെ കഥ മാത്രമല്ല. നമ്മൾ നികുതിദായകരായ സാധാരണ പൗരന്മാരെ കൂടി ബാധിക്കുന്ന ഗൗരവമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. വൻകിടക്കാർ ബാങ്കുകളെ പറ്റിച്ചു കടന്നു കളഞ്ഞ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് ഓർത്തോളണം. പോയത് ആരുടെ കാശാണ്? ബാങ്കുകൾ തകരുമ്പോൾ തകരുന്നത് ആരാണ്? ആരുടെ സമ്പദ്ഘടനയാണ്? അതുകൊണ്ട് ഹിൻഡൻബർഗ് വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നു, ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്ക് മേലെ തൂങ്ങിയാടുന്നൊരു കൊടുവാളാണ് അദാനി ഗ്രൂപ്പെന്ന്. ഏത് വിദേശ രാജ്യത്ത് നിന്ന് പർച്ചേസ് നടത്തിയാലും അതിൻ്റെ എല്ലാം ബില്ലിംഗ് UAEയിലെ വിനോദ് അദാനിയുടെ കമ്പനി വഴിയാണ്. ലളിതമായി പറഞ്ഞാൽ 100 രൂപയുടെ സാധനം ചൈനയിൽ നിന്ന് വാങ്ങിയാൽ UAEയിലെ കമ്പനിയിലേക്ക് അതിൻ്റെ ബില്ല് വരും. ദുബായ് കമ്പനി അത് 200 രൂപയാക്കി ഇന്ത്യയിലേക്ക് അയക്കും. ഇവിടെ നിന്ന് 200 രൂപ ദുബായിലേക്ക്. ദുബായിൽ നിന്ന് 100 ചൈനീസ് കമ്പനിക്കുള്ള ബില്ലും ബാക്കി 100 മൗറീഷ്യസിലേക്കും അതിവേഗം. അങ്ങനെ പോകുന്ന പണം വിദേശ നിക്ഷേപമായി തിരികെ ഇവിടേക്ക് തന്നെ. ഇങ്ങനെ 6200 കോടിയുടെയെങ്കിലും കള്ളപ്പണ ഇടപാട് അദാനി സഹോദരന്മാർ നടത്തിയെന്നാണ് രേഖകളെ മുൻനിർത്തി മാധ്യമപ്രവർത്തകരുടെ സംഘം കണ്ടെത്തിയത്. എമേർജിംഗ് ഇന്ത്യ ഫോക്കസ് ഫണ്ട്, EM റിസർജൻ ഫണ്ട് എന്നിവയിലൂടെയാണ് 2 പേരും അദാനി കമ്പനികളിലേക്ക് പണം നിക്ഷേപിച്ചത്. 2013-നും 2018-നും ഇടയിൽ 4 അദാനി കമ്പനികളിലായിരുന്നു ഇവരുടെ നിക്ഷേപം. ഇവയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റവന്യൂ ഇൻ്റലിജൻസ് 2007-ലും 2014-ലുമായി അന്വേഷണങ്ങളിലേക്ക് കടന്നുവെങ്കിലും മോദി അധികാരത്തിലെത്തിയ ശേഷം 2-ലും അദാനിക്ക് പുഷ്പം പോലെ ക്ലീൻ ചിറ്റ് കിട്ടി. 2007-ലെ DRI റിപ്പോർട്ടിൽ തായ്വാൻ പൗരനായ ചാങ് ചിങ് അദാനിയുടെ 3 കമ്പനികൾ ഡയറക്ടറാണ്. അനധികൃത വജ്ര കച്ചവടത്തിൽ UAE പൗരനായ അൽ അഹ്ലിയുടെ സ്ഥാപനത്തിന് പങ്കുള്ളതായും ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്.
അതായത് അദാനി ഗ്രൂപ്പുമായി ദീർഘകാലമായി ബന്ധം തുടരുന്നവരാണ് ഇരുവരുമെന്ന് സുവ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ. അദാനി ഗ്രൂപ്പിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് DRI ചീഫായിരുന്ന നജീബ് ഷാ സാധ്യമായ എല്ലാ ഏജൻസികൾക്കും വിശദമായ ഒരു കുറിപ്പ് നേരത്തെ എഴുതിയിരുന്നു. CBI അതിനെ മുൻനിർത്തി ഒരു കേസുമെടുത്തു. ആ കേസ് പക്ഷേ എങ്ങോട്ടും പോയില്ല. സെബി അടക്കമുള്ള ബാക്കി ഏജൻസികളെല്ലാം ആ കത്ത് ചവറ്റുകുട്ടയിലിട്ടു. അത് എന്തുകൊണ്ടാവും? ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും സെബിക്കാണ് അധികാരവും ചുമതലയും, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിക്കെതിരെ, ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ കോടീശ്വരനായി ഉയർന്ന അദാനിക്കെതിരെ പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ സെബിയെ ഞെട്ടിച്ചില്ല. ഒടുക്കം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു സെബിക്ക് ഒന്നനങ്ങാൻ. അദാനിക്കെതിരായ പരാതികളിൽ 24 സംഭവങ്ങളിലായി അന്വേഷണം നടക്കുന്നുണ്ടെന്നായിരുന്നു സെബി കോടതിയെ അറിയിച്ചത്. ഇതിനകം 23 കേസിലും അന്വേഷണം നടത്തി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. അവശേഷിക്കുന്നത് ഒരേ ഒരു അന്വേഷണം മാത്രമാണ്. സുപ്രീം കോടതി ആവട്ടെ സെബിയുടെ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനും പോയില്ല. ഞങ്ങൾക്ക് സെബിയുടെ ക്ലീൻ ചിറ്റ് ഉണ്ടെന്ന് അദാനിയും സെബിയും സുപ്രീം കോടതിയും പോലും അദാനിയുടെ വിശ്വാസ്യതയ്ക്ക് അടിവരയിട്ടിട്ടുണ്ടെന്ന് BJPക്കാരും പറഞ്ഞു നടക്കുമ്പോഴാണ് ഹിൻഡൻബർഗ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സെബിയുടെ തലപ്പത്തിരിക്കുന്ന ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച് അദാനിയുമായി പല വഴിക്ക് അടുപ്പമുള്ളയാളാണ് എന്നതാണ് അവർ രേഖകൾ സഹിതം തെളിയിച്ചത്. 2015 സെബിയിൽ ചുമതലയിലേക്ക് വരുന്നതിന് മുൻപ് സിംഗപ്പൂരിലായിരുന്ന അവർ മൗറീഷ്യസിലെ ഒരു ഫണ്ടിലേക്ക് $7.5 ലക്ഷം നിക്ഷേപിക്കുന്നു. അന്ന് ആ ഫണ്ടിൻ്റെ പ്രധാന പദവിയിലിരുന്നയാൾ അദാനി കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു. എന്നു മാത്രമല്ല, അദാനിയുടെ മൂത്ത സഹോദരൻ ഗൗതം അദാനിക്ക് വൻതോതിൽ നിക്ഷേപമുണ്ടായിരുന്ന ഫണ്ട് കൂടിയാണ് അത്. 2017 സെബിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും മൗറീഷ്യസിലെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് മാധബി പുരി ബുച്ച് നിരന്തരം ആശയവിനിമയം നടത്തിയെന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തി വെളിപ്പെടുത്തിയത്. എന്നുവെച്ചാൽ മൗറീഷ്യസിലെയും ബർമുഡയിലെയുമെല്ലാം നിക്ഷേപങ്ങളെക്കുറിച്ചും അതിൽ അദാനിക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും നല്ല ധാരണയുള്ള ഒരാളാണ് മാധബി പുരി ബുച്ച് എന്ന സെബി മേധാവി. അങ്ങനെ ഒരാളാണ് അദാനിക്കെതിരായ കേസ് അന്വേഷിക്കുന്ന സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന വൈരുദ്ധ്യമാണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിച്ചത്. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തങ്ങൾക്ക് കിട്ടിയ തെളിവുകളെ മുൻനിർത്തി മാധബി പുരി ബുച്ചിനോടും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചിനോടും ഹിൻഡൻബർഗ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും അവർക്ക് കൃത്യമായ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഹിൻഡൻബർഗ് പറയുന്നു. തൻ്റെ ഇടപാടുകൾ സുതാര്യമാണെന്നും ഏതു പരിശോധനയ്ക്കും സന്നദ്ധമാണെന്നും പറയുന്നു മാധബി. ഇപ്പോൾ ഏതു പരിശോധനയ്ക്കും സന്നദ്ധമാണെന്ന് പറയുന്ന അവർക്കെതിരെ ആര് എന്തു പരിശോധന നടത്താനാണ്? ഇക്കാര്യത്തിൽ സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷണം വേണമെന്ന് അന്നും ഇന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ സർക്കാരിന് മിണ്ടാട്ടമില്ല. സെബിയുടെ മേധാവിയായിരിക്കെ പ്രത്യക്ഷത്തിൽ വിരുദ്ധ താൽപ്പര്യങ്ങളുള്ള അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ഇടപാട് നടത്തി. ഭർത്താവ് ജോലി ചെയ്യുന്ന ഓഹരി കമ്പനിക്ക് പ്രത്യേക സഹായം നൽകി പോലെയുള്ള ഗുരുതരാക്ഷേപങ്ങൾ വിസിൽ ബ്ലോവർ രേഖകളുടെ പിൻബലത്തോടെ ഹിൻഡൻബർഗ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് കേവലം ഒരു വ്യവസായിയുടെ ഇടപാടുകളെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണമല്ല. സ്വന്തം ആളുകളെ കൊണ്ട് തന്നെ വൻതുകയ്ക്ക് ഓഹരികൾ വാങ്ങിക്കൂട്ടുക വഴി വിപണിയിൽ ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുവഴി മൂല്യമുയർത്തുകയും ചെയ്തുവന്ന ഗുരുതര സംഗതി ഇതിലുണ്ട്. ഓഹരികൾക്ക് കൃത്രിമ ദൗർലഭ്യം സൃഷ്ടിക്കുകയും അതിലൂടെ ഓഹരി മൂല്യം ഉയർത്തുകയും അതുപയോഗിച്ച് കോടാനുകോടികൾ വായ്പ എടുക്കുകയും ചെയ്തു പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട സംഗതി, ഇത് ഒരു അദാനി എന്ന കച്ചവടക്കാരൻ്റെ ഉയർച്ച താഴ്ചകളുടെ കഥയല്ല. നികുതിദായകരായ നമ്മൾ സാധാരണ പൗരന്മാരെ കൂടി ബാധിക്കുന്ന സംഗതിയാണത്. എന്നിട്ടും അതിന്മേലൊരു പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? സ്വന്തം കയ്യിൽ നിൽക്കാത്ത ഏത് അന്വേഷണവും പണിയാകുമെന്ന് സർക്കാരിന് അറിയാം. അതിന് അവരൊരിക്കലും വഴങ്ങാൻ ഇടയില്ല. ഹിൻഡൻബർഗ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും ഒരന്വേഷണത്തിലേക്ക് പോകാൻ ഇപ്പോഴത്തെ സെബി ഡയറക്ടറും തയ്യാറായിരുന്നില്ല. ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വേണ്ടി വന്നു അത് ചെയ്യാൻ. അന്വേഷണത്തിന് അനുവദിച്ച സമയം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സമയം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു അവസാനം അവർ. മുക്കാലും അന്വേഷിച്ചുവെങ്കിലും ചില വിദേശ ഇടപാടുകളുടെ വിശദാംശം അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സം നേരിടുന്നു, സമയം വേണ്ടിവരുന്നു എന്നാണ് അവരുടെ വാദം. നോക്കൂ, സെബി തടസ്സം നേരിടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ വളരെ വ്യക്തതയോടെ വിവരിച്ചു തരുന്നത്. സർക്കാർ രേഖകളെയും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങളെയും ഒക്കെ മുൻനിർത്തിയാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട്.
ഇതെല്ലാം മാധ്യമപ്രവർത്തകരെക്കാളും വേഗത്തിലും എളുപ്പത്തിലും കിട്ടുന്ന സെബിക്ക് അവിടേക്ക് പ്രവേശിക്കാനാവുന്നില്ല എന്നാണോ? എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അപ്പോഴാണ് സെബി ചെയർപേഴ്സണെതിരായി പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ട് പ്രസക്തമായത്. സർക്കാർ മേഖലയിൽ എവിടെയും പ്രവർത്തിച്ചു പരിചയമില്ലാത്ത പൂർണ്ണമായും സ്വകാര്യ മേഖലയുടെ ഭാഗമായിരുന്ന മാധബി ബുച്ചിനെ സെബിയുടെ ഭാഗമാക്കുകയായിരുന്നു 2017 മോദി സർക്കാർ. സെബിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു അത്. 2015 അദാനിയുടെ സഹോദരനൊപ്പം മാധബിയും മൗറീഷ്യസിൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നു. 2017 മോദി ഇത്തരം ഇടപാടുകൾ പരിശോധിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരിലേക്ക് അവരെ കൊണ്ടുവരുന്നു. എല്ലാം കാണുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അദാനിയുടെ വളർച്ചയ്ക്ക് കല്ലുപാകാനായി കോടാനുകോടി രൂപയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധന പോലും കൂടാതെ കടം കൊടുത്തിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ വിവിധ കമ്പനികൾക്കായി രാജ്യത്തെ ബാങ്കുകൾ വായ്പ നൽകിയിട്ടുള്ളത് 81,234 കോടിയാണെന്ന് പറയുന്നു ഒരു കണക്ക്. ഇതിൽ 60,000 കോടിയെങ്കിലും രൂപ SBI അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ വായ്പയാണ്. സ്വകാര്യ ബാങ്കുകൾ 21,000 കോടി രൂപയാണ് വായ്പയായി അദാനിക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തിന് മേലുള്ള വലിയ ഭീതിയാണ് അദാനിയെന്ന് ഹിൻഡൻബർഗ് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നിട്ടും സർക്കാരോ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സെബിയോ ഇഡിയോ ഒന്നും അദാനിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, ഒരന്വേഷണവും പ്രഖ്യാപിക്കുന്നില്ല. അപ്പോഴാണ് ഭരണനായകനായ മോദിയോട് നേരിട്ടുള്ള ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ ആവർത്തിച്ച് രംഗത്ത് വരുന്നത്. മോദിയോട് രാഹുൽ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ്. ഗൗതം അദാനിയെ കൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വിദേശത്ത് പോയി? എത്ര തവണ അദാനി മോദിക്ക് പിന്നാലെ എത്തി? മോദി സന്ദർശിച്ചു മടങ്ങിയ രാജ്യത്തേക്ക് വളരെ പെട്ടെന്ന് അദാനി എത്ര തവണ പോയിട്ടുണ്ട്? മോദിയുടെ സന്ദർശന ശേഷം ഓരോ രാജ്യത്തു നിന്നും അദാനിക്ക് എത്ര കരാറുകൾ കിട്ടി? 20 വർഷത്തിനിടയിൽ അദാനി എത്ര പണം BJPക്ക് ഇലക്ട്രൽ ബോണ്ടായും മറ്റും നൽകി? തുടങ്ങി വയ്ക്കുന്ന ഓരോ സംരംഭത്തിലും അദാനിക്ക് മാത്രം തോൽക്കാതെ മുന്നേറാൻ കഴിയുന്നത് എങ്ങനെയാണ്? അദാനിയും മോദിയും ഒരുമിച്ച് ഉല്ലസിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നത്. പക്ഷേ മറുപടി പ്രസംഗത്തിൽ അദാനി എന്ന പേര് പോലും പറയാതെ പ്രധാനമന്ത്രി എല്ലാം കേവല വാചാടോപത്തിൽ ഒതുക്കി. ഒരു ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. അതിന് ഒരൊറ്റ കാരണമേ ഉണ്ടാവൂ: മോദിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അദാനിയുമായി ബന്ധപ്പെട്ടതെല്ലാം. അദാനിയെയും കൂട്ടി മോദി ഓസ്ട്രേലിയയിൽ പോയി വന്ന ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദാനിക്ക് $100 കോടി വായ്പയാണ് കൊടുത്തത്. നിക്ഷേപകരുടെ കോടാനുകോടികൾ LIC അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കുന്നു. സ്റ്റേറ്റ് ബാങ്കിന് പുറമെ നിരവധി ബാങ്കുകൾ അദാനിക്ക് ലോഭമില്ലാതെ വായ്പ കൊടുക്കുന്നു. ഇതിനൊക്കെ ആർക്കാണ് ഉത്തരവാദിത്തം? ആരാണ് ഉത്തരം പറയുക എന്ന ചോദ്യത്തിനും മോദിക്ക് മൗനമാണ്. നോക്കൂ, ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിലയിടിവിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനമായ LICക്ക് ഒരാഴ്ച കൊണ്ടുണ്ടായ നഷ്ടം 42,759 കോടിയുടേതാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുൻപായി വിവിധ അദാനി കമ്പനികളിലായി LICക്കുള്ള ഓഹരികളുടെ മൂല്യം 81,268 കോടി രൂപയായിരുന്നു. എന്നാൽ 7 വിപണി ദിനങ്ങൾ കൊണ്ട് LICക്കുള്ള ഓഹരി മൂല്യം 38,509 കോടിയിലേക്ക് കൂപ്പുകുത്തിപ്പോയി. പക്ഷേ ഭരണകൂടം ഒരക്ഷരം പറയാതെ ഒളിച്ചോടി. എന്തുകൊണ്ടാണ് അദാനിയെക്കുറിച്ച് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് മോദി ഭരണകൂടം മൗനം അവലംബിക്കുന്നത്, അല്ലെങ്കിൽ അത് അവഗണിച്ചു പോകുന്നത്? 1980കളുടെ മധ്യം വരെ മുംബൈയിൽ ഒരു വജ്രനിർമ്മാണ യൂണിറ്റിൽ തൊഴിലാളിയായിരുന്ന, പിന്നീട് സഹോദരൻ്റെ പ്ലാസ്റ്റിക് ബിസിനസ്സിൽ സഹായിയായി തുടങ്ങി ഒടുവിൽ ലോകത്തെ തന്നെ 3ാമത്തെ കോടീശ്വരനായി മാറിയ അദാനിയുടെ കഥയ്ക്ക് പിന്നിൽ BJP ഭരണകൂടങ്ങളുടെ, സവിശേഷമായി പറഞ്ഞാൽ മോദിയുടെ പങ്കാളിത്തം വളരെ വളരെ വലുതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന 2001 മുതൽ 2014 വരെയുള്ള കാലയളവ് അദാനിയുടെ പടുകൂറ്റൻ മുന്നേറ്റത്തിൻ്റെ കാലമായിരുന്നു. 12 വർഷം കൊണ്ട് അദാനിയുടെ വിപണി മൂലധനം $73 ദശലക്ഷം നിന്ന് $7.8 ബില്യൺ പെരുകി കുതിച്ചു. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്ന ആദ്യത്തെ 8 മാസം കൊണ്ടാണ് അദാനിയുടെ വിപണി മൂല്യം 3 മടങ്ങായി കൂടിയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2014 മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ അദാനിയുടെ സ്വത്ത് 50,400 കോടിയായിരുന്നുവെങ്കിൽ 2019 അത് 1.1 ലക്ഷം കോടിയായും 2022 11.44 ലക്ഷം കോടിയായും കൂടി.
2014 മുതൽ സ്വത്തിൽ 23 മടങ്ങിൻ്റെ വർധന കാണാം. 2020 കോവിഡിന് തൊട്ടു മുൻപ് 1.2 ലക്ഷം കോടിയായിരുന്ന സ്വത്താണ് ഒരൊറ്റ വർഷം കൊണ്ട് 10 മടങ്ങായത്. കോവിഡ് മഹാമാരി രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ വലിയ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിയിട്ടപ്പോഴാണ് മോദിയുടെ കൂട്ടുകാരനായ അദാനിക്ക് ഈ വലിയ കുതിപ്പ് സ്വന്തം സമ്പത്തിലുണ്ടായത് എന്ന കാര്യം കാണണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയും കോടീശ്വരനുമാണ് ഇന്നും ഗൗതം അദാനി. അയാളുടെ വളർച്ച അയാളുടെ മാത്രം വളർച്ചയല്ല, മറിച്ച് ഇന്ത്യൻ പൊതുമേഖലയുമായി അത് ബന്ധിതമാണ്. അദാനിയുടെ ഇനിയുള്ള ഏതു വീഴ്ചയും നമ്മുടെ പൊതുഘടനയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഓരോ തവണയും അദാനി വിയർക്കുമ്പോൾ LIC പോലെയുള്ള സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന വലിയ നഷ്ടത്തിൻ്റെ കണക്കു മാത്രം നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് ഇനിയെങ്കിലും വിശാലമായ രാജ്യ താൽപ്പര്യം മുൻനിർത്തി അദാനിയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധന ഇക്കാര്യത്തിൽ അനിവാര്യവുമാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി സർക്കാർ ഇനിയും അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയെങ്കിലും ശരിയായ ഒരു ഇടപെടലിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.